ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു പങ്കുവച്ചൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. ചാന്തുപൊട്ടിലെ ചാന്തുകുടഞ്ഞൊരു സൂര്യൻമാനത്ത് എന്ന് തുടങ്ങുന്ന ഗാനം ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് രേണുവിൻ്റെ വീഡിയോ. രേണുവിനൊപ്പം സോഷ്യൽ മീഡിയ താരം ദാസേട്ടൻ കോഴിക്കോടാണ് അഭിനയിച്ചിരിക്കുന്നത്. അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് രേണുവിനെ അധിക്ഷേപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. സുധിയുടെ ആത്മാവ് രേണുവിനോട് പൊറുക്കില്ലെന്നും രേണുവിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തായെന്നുമൊക്കെയാണ് കമന്റുകൾ. രേണു ഇനി സുധിയുടെ മക്കളെ വീട്ടിൽ നിന്നും അടിച്ചിറക്കുമെന്നുള്ള അധിക്ഷേപങ്ങളുമുണ്ട്. ഇപ്പോഴിതാ ഇത്തരം അധിക്ഷേപങ്ങൾക്ക് മറുപടി നൽകുകയാണ് കേരള ഹോം ഡിസൈൻസ് ഗ്രൂപ്പ് അംഗം ഫിറോസ്. സുധിയുടെ മക്കൾക്കും രേണുവിനും വീടൊരുക്കിയത് KHD ഗ്രൂപ്പാണ്. ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണത്തിന്റെ പൂർണ്ണരൂപം നോക്കാം. കൊല്ലം സുധി മരിച്ചതിനു ശേഷം അവർക്കൊരു വീട് നൽകാൻ തയ്യാറായി കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് മുന്നിൽ വന്ന സമയം. അന്ന് ആദ്യ മീറ്റിംഗ് 24 ചാനലിന്റെ ഓഫീസിൽ നടക്കുന്നു. ടിനി ടോം, KS പ്രസാദേട്ടൻ എന്നീ സിനിമാ പ്രവർത്തകരും, ശ്രീകണ്ഠൻ നായർ, പിന്നെ ഞാനും, ഷബ്ബോസും ഷിയാസും ആയിരുന്നു ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്തത്. അന്ന് അവരുടെ ഭാഗത്തു നിന്ന്, അതായത് സുധിയുടെ ഫാമിലിയെ ഏറ്റവും അടുത്തറിയുന്നവർ എന്നിവർ എന്ന നിലയിൽ സംസാരിച്ചവരുടെ ഭാഗത്തു നിന്ന് വന്ന ആദ്യ നിർദ്ദേശം ഞാൻ നിങ്ങളുമായി ഇപ്പോൾ ഷെയർ ചെയ്യുവാൻ കാരണം, സുധിയുടെ ഭാര്യ അഭിനയിച്ച ഈ താഴെ കാണുന്ന വീഡിയോ ഷൂട്ടിൻ്റെ ലിങ്കിൽ എന്നെ മെൻഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ലിങ്ക് എനിക്ക് അയച്ചു തരുന്നു എന്നു മാത്രമല്ല പല സമയത്തും പലരും ഉന്നയിച്ച ഒരു ആശങ്കയ്ക്ക് വിരാമമിടാനും കൂടെയാണ്. അന്ന് ആദ്യ മീറ്റിംഗിൽ ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനം, മരണപ്പെട്ടുപോയ കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് മാത്രമാണ് ബഹുമാനപ്പെട്ട ബിഷപ്പ് നൽകിയ സ്ഥലത്തിനും അവിടെ ഞങ്ങൾ നൽകിയ വീടിനും അവകാശമുള്ളൂ എന്നാണ്. ആ വീടും സ്ഥലവും 15 വർഷത്തേക്ക് വിൽക്കാനോ കൈമാറാനോ സാധിക്കുകയുമില്ല എന്നതും ആധാരത്തിൽ വ്യക്തമായി എഴുതി ചേർത്തിട്ടുള്ളതാണ്. പറഞ്ഞു വന്നത് ഇത്രയാണ്: കൊല്ലം സുധിയുടെ കുടുംബത്തിനു ഞങ്ങൾ നൽകിയ വീടിൻ്റെ പരിപൂർണ അവകാശികൾ അദ്ദേഹത്തിൻ്റെ 2 മക്കൾ മാത്രമാണ്. മറ്റാർക്കും ആ വീടിനോ സ്വത്തിനോ ഒരവകാശവുമില്ല. ആ കുട്ടികളെ ആരും ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമെന്ന ആശങ്ക ആർക്കും വേണ്ട. നമുക്കെല്ലാവർക്കുമുള്ള അതേ ജനാധിപത്യ സ്വാതന്ത്ര്യം കൊല്ലം സുധിയുടെ കുടുംബാംഗങ്ങൾക്കുമുണ്ടെന്ന കാര്യവും കൂട്ടിച്ചേർക്കുന്നു. അവരുടെ കുടുംബത്തെ നോക്കാൻ അവർ ജോലി ചെയ്യട്ടെ. വീടും സ്ഥലവും കിട്ടിയതുകൊണ്ട് അവർക്ക് വയർ നിറയില്ലല്ലോ. അവർ അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. നമ്മളെന്തിന് സദാചാര പോലീസാവുന്നു? നമ്മുടെ കടമ നമ്മൾ നിറവേറ്റിക്കഴിഞ്ഞു. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.